മക്കളെ ഇന്നൊരു പുതിയ പാഠം നമ്മൾ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഏറ്റവും പ്രയാസം പഠിച്ചിട്ട് നിങ്ങളുടെ തലയിലോട്ട് കയറാത്തൊരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. ഈ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഞാൻ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ എഴുതി എടുത്തതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് വായിക്കുക. ആദ്യമേ ടെസ്റ്റ് എടുത്തുകൊണ്ട് നമ്മുടെ ക്ലാസ് നോക്കരുത്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ടെസ്റ്റ് വായിക്കാവുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ വളരെ എളുപ്പത്തിൽ ചെറിയ പോയിന്റ് ആക്കി നിങ്ങളോട് എത്തിക്കുകയാണ്. ഈ പോയിന്റുകൾ ഞാൻ തരുന്ന ഈ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെസ്റ്റ് എടുക്കുക. അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ എന്തോ വലിയ സംഭവമായി നിങ്ങൾ വിചാരിക്കുന്ന, വലിയ പാടായി നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ വളരെ 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 സിമ്പിൾ ആയിട്ട് ആരിലേക്ക് എത്തും, നിങ്ങളിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പറയുന്ന പോയിന്റുകൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നിങ്ങളെല്ലാം പേടിപ്പെടുത്തുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ പ്രയാസമായ ചാപ്റ്റർ ഉണ്ടല്ലോ, ഏതാണ്? സെക്കൻഡ് ചാപ്റ്റർ, വേൾഡ് ഇൻ ദ 20th century. ഏതാണ് മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ദ വേൾഡ് ഇൻ ദ 20th century. വേൾഡ് ഇൻ ദ 20th century എന്ന് പറയുന്ന ലോകം 20ാം നൂറ്റാണ്ടിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഏത് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്? ഇച്ചിരി എളുപ്പ വഴിയൊക്കെ ഇട്ട് തരാം. നിങ്ങൾക്ക് പ്രയാസമാവുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പ വഴിയൊക്കെ വേണ്ടായോ? ആ എളുപ്പ വഴിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാം. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് നോക്കിക്കോണം, വേൾഡ് ഇൻ ദ 20th century. ലോകം 20ാം നൂറ്റാണ്ട്. മക്കളെ, ഒരമ്മ പറ്റ 3 മക്കളുടെ കാര്യം ആദ്യം പഠിക്കണം. ഒരമ്മ പറ്റ 3 മക്കളുടെ കാര്യം. ആ മക്കളുടെ പേരുകൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന് ക്യാപിറ്റലിസം. ഒരമ്മ പറ്റ 3 മക്കള് ഏതൊക്കെയാണ്? ക്യാപിറ്റലിസം ഉണ്ട്. അതുപോലെ തന്നെ കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനി വൽക്കരണം. മൂന്നാമത്തേത് ഇംപീരിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വം. മക്കളെ നോക്കിക്കോണം, എന്തുവാ പറഞ്ഞത്? 3 പോയിന്റിനെ കുറിച്ച് പറയുന്നു. ഏത് പോയിന്റ്? ഒരു അമ്മ പെറ്റ 3 മക്കൾ. ഏതൊക്കെ അവന്മാരാണ്? ഒന്ന് ക്യാപിറ്റലിസം. ഒന്നാമത്തേതാ മക്കളെ? ക്യാപിറ്റലിസം, മുതലാളിത്തം. 2 പറഞ്ഞ് കോളനൈസേഷൻ, കോളനൈസേഷൻ കോളനി വൽക്കരണം. മൂന്നാമത്തെ പോയിന്റ് ഇംപീരിയലിസം. 3 ഒരമ്മ പെറ്റ 3 മക്കൾ. ഈ 3 പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ആദ്യത്തെ 2 പേജ് അങ്ങ് തീരുക. ആദ്യത്തെ നോക്കിക്കോ, ക്യാപിറ്റലിസം എന്ന് പറയാം. ഇൻ എക്കണോമി പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾഡ് ബൈ ക്യാപിറ്റലിസ്റ്റ്. In a economy, production, a distribution controlled by a capitalist. In type of economy is known as capitalist economy. മക്കളെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. In a economy, production and distribution controlled by, production and distribution controlled by ആരാണ്? capitalist. These type of economy അല്ലെങ്കിൽ these process were known as എന്തുവാണ്? ക്യാപിറ്റലിസം. ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ ഉൽപാദനവും വിതരണവും നിയന്ത്രിക്കുന്നത് മുതലാളിമാരാണ് എങ്കിൽ അത്തരത്തിലുള്ള വ്യവസ്ഥിതിയെ, അത്തരത്തിലുള്ള സിസ്റ്റത്തെ നമ്മൾ വിളിച്ച പേരാണ് ക്യാപിറ്റലിസം എന്ന് വിളിച്ച്. ആദ്യത്തെ പോയിന്റ് പഠിച്ചു വെക്കുവോ, ക്യാപിറ്റലിസം. എന്തുവാ ക്യാപിറ്റലിസം? ഇൻ എ എക്കണോമി ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾഡ് ബൈ ആരാണെന്ന് പറഞ്ഞ് ആരാണ്? ക്യാപിറ്റലിസ്റ്റ്. പറഞ്ഞ് മനസ്സിലായോ മക്കളെ? എന്തെങ്കിലും സംശയമുണ്ട് ഇത്രയും കാര്യത്തിൽ? ആദ്യത്തെ പോയിന്റ് പഠിച്ചു, ക്യാപിറ്റലിസം എന്താണ്? എന്താണ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസം വെച്ചാൽ എന്തുവാണ്? ഇൻ എക്കണോമി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾഡ് ബൈ ആരാണ്? ആരാ മക്കളെ? ക്യാപിറ്റലിസ്റ്റ്. അതിനെ വിളിച്ച പേര് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. അടുത്ത പോയിന്റ് നോക്കിക്കോണം, 2ാമത്തെ മോന്റെ കാര്യം പറഞ്ഞ്. മൂത്ത മോന്റെ കാര്യം ആരാണ്? മൂത്ത മോൻ ആരാ? ക്യാപിറ്റലിസം അല്ലെ മുതലാളിത്തം. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമ്പത്ത് വ്യവസ്ഥയുടെ ഉൽപാദനവും വിതരണവും നിയന്ത്രിക്കുന്നത് മുതലാളിമാരാണെങ്കിൽ അത്തരത്തിലുള്ള സമ്പ്രദായത്തെ വിളിച്ച പേരാണ് മുതലാളിത്തം. 2ാമത്തെ മോന്റെ പേര് പറയുന്നു. 2ാമത്തെ പോയിന്റ് പേരാണ് കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനി വൽക്കരണം. നോക്കിക്കോണം, കോളനി വൽക്കരണം എന്ന് പറയുന്നത് എന്തുവാണ്? ഇറ്റ് ഈസ് എ പൊളിറ്റിക്കലി, എന്തോ മക്കളെ നോക്കിക്കോണം, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഓർ പോളിസി.
കോളനൈസേഷൻ ഈസ് പോളിസി. അങ്ങനെ പറയാം, കോളനൈസേഷൻ ഈസ് എ പോളിസി ഓർ പ്രോസസ്. എന്തോ മക്കളെ പറഞ്ഞത്? കോളനൈസേഷൻ ഈസ് എ പോളിസി ഓർ പ്രോസസ്. അക്വയറിംഗ് എന്തോ മക്കളെ നോക്കിക്കോണം. കോളനൈസേഷൻ ഈസ് എ പ്രോസസ് acquiring a political power of another nation. A country capturing or acquiring political power of a other nation is known as colonization. മക്കളെ ഒന്നുകൂടെ നോക്കിയോ, പോയിന്റിംഗ് ഒക്കെ പിടികിട്ടിയില്ല, ഒന്നും കൂടെ നോക്കിയോ. എങ്ങനെയാ പറഞ്ഞത്? കോളനൈസേഷൻ ഇസ് എ പോളിസി ഓർ പ്രോസസ്. എ നേഷൻ acquiring അല്ലെങ്കിൽ a country acquire political power of other country is known as colonization. ഒരു രാജ്യം, പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ രാഷ്ട്രീയമായ അധികാരം പിടിച്ചെടുക്കുന്നതിനെ വിളിച്ച പേരാണ് കോളനിവൽക്കരണം എന്ന് വിളിച്ചത്. എങ്ങനെ മക്കളെ ഒന്നുകൂടെ പറഞ്ഞേ? കോളനൈസേഷൻ ഈസ് എ പോളിസി or process a country, a powerful country capture political administration of അല്ലെങ്കിൽ political power of another country is known as എന്തുവാ മക്കളെ? കോളനൈസേഷൻ. ഒന്നും കൂടെ കോളനൈസേഷൻ നോക്കിക്കോണം. കോളനൈസേഷൻ വെച്ചാൽ എന്തുവാണ്? കോളനൈസേഷൻ ഈസ് എ പ്രോസസ് ഓർ പോളിസി. എ പവർഫുൾ കൺട്രി acquiring political power of another country. ഒരു രാജ്യം, ശക്തമായ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിനെ വിളിച്ച പേരാണ് എന്തെന്ന്? കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം. മക്കളെ പിടികിട്ടിയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ക്യാപിറ്റലിസവും കോളനൈസേഷനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകാനുണ്ടോ? ഒന്നാമത് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ in a economy production and distribution controlled by a capitalist ആണെങ്കിൽ അത് ക്യാപിറ്റലിസം ആണ്. രണ്ട്, കോളനൈസേഷൻ എന്ന് വെച്ചാൽ എന്തുവാണ്? കോളനൈസേഷൻ പോളിസി ഓർ പ്രോസസ്. എ പവർഫുൾ കൺട്രി acquiring political power of another country, it's known as colonization. വളരെ വളരെ സിമ്പിൾ ആണ്. അടുത്ത നോക്കിക്കോണം, ഇംപീരിയലിസം നോക്കിക്കോണം. ഇംപീരിയലിസം is a political system in which rich or powerful country. എന്തോ മക്കളെ നോക്കിക്കോണം, പോയിന്റ് ഒന്നുകൂടെ നോക്കിക്കോണം. എന്തു പറഞ്ഞു? ഇംപീരിയലിസം is a political system in which rich or powerful country acquiring അല്ലെങ്കിൽ കൺട്രോൾ. എങ്ങനെ കൺട്രോൾ ചെയ്ത്? ഒന്ന്, അത് എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഓർ മിലിറ്ററി കൺട്രോൾ another nation is known as imperialism. നോക്കിക്കോണം മക്കളെ, രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ സൈന്യപരമായോ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ വിളിച്ച പേരാണ് സാമ്രാജ്യത്വം അല്ലെങ്കിൽ ഇംപീരിയലിസം എന്ന് പറഞ്ഞത്. എന്തോ മക്കളെ? നല്ല ശക്തരായ പണമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ഒരു രാജ്യം എങ്ങനെയൊക്കെ? ഒന്നെങ്കിൽ എങ്ങനെ? സാമ്പത്തികപരമായോ അല്ലെങ്കിൽ സൈനികപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ ഒരു രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ നിയന്ത്രിക്കുന്നതിനെ വിളിച്ച പേരാണ് ഇംപീരിയലിസം എന്ന് വിളിച്ച്. അപ്പൊ എങ്ങനെ പറഞ്ഞ്? ദ ഇംപീരിയലിസം ഈസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇത് രാഷ്ട്രീയ വ്യവസ്ഥയാണ്. എങ്ങനെയാണ്? ഇൻ വിച്ച് പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ വിച്ച് എ rich or powerful nation, powerful country politically, military, economically control other nation is known as എന്തുവാണ് മക്കളെ? ഇംപീരിയലിസം. ഒരു രാഷ്ട്രത്തിനെ എങ്ങനെയാണ്? ഒരു രാഷ്ട്രം സാമ്പത്തികപരമായി, രാഷ്ട്രീയപരമായി, സൈനികപരമായി മറ്റൊരു രാജ്യത്തിനു മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ വിളിച്ച പേരാണ് ഇംപീരിയലിസം എന്ന് വിളിച്ചത്. മക്കളെ നോക്കിക്കോണം, ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ക്യാപിറ്റലിസം പറഞ്ഞു. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഏതാണ്? കൺട്രോൾ ചെയ്യുന്നത് ആരാണ്?
ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റലിസം എന്ന് വിളിച്ച്, രണ്ടാമത് പറഞ്ഞ് കോളനൈസേഷൻ എന്ന് പറഞ്ഞ് ഫുള്ളി ഓർ പാർഷ്യലി ആയിട്ട് ഒരു പ്രദേശത്തിന്റെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ക്യാപ്ചർ ചെയ്യുന്നത്, അക്യൂർ ചെയ്യുന്നത്, ഒരു പ്രദേശത്തെ പൂർണ്ണമായോ ഭാഗികമായോ അവിടുത്തെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിനെ വിളിച്ച പേരാണ് കോളനൈസേഷൻ എന്ന് പറഞ്ഞ്. എന്തോ പറഞ്ഞ് കോളനൈസേഷൻ ഈസ് എ പോളിസി അല്ലെങ്കിൽ എന്താണ് പ്രോസസ് വിച്ച് അക്വയറിംഗ് എന്തുവാണ് പൊളിറ്റിക്കൽ പവർ ഓഫ് അതർ നേഷൻ, മറ്റൊരു രാഷ്ട്രത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നു. ഇത് രണ്ടും ഒരേപോലെ കിടക്കുക. കോളനൈസേഷൻ ഇമ്പീരിയലിസം എന്തുവാണ് ഏകദേശം ഒരേപോലെ കിടക്കുന്ന. അടുത്ത ഇമ്പീരിയലിസം പറയുന്ന അവരുടെ പണമുള്ള ഒരു രാജ്യം, റിച്ച് ആൻഡ് പവർഫുൾ കൺട്രി, പൊളിറ്റിക്കലി മിലിറ്ററി എക്കണോമിക്കലി ക്യാപ്ചർ അല്ലെങ്കിൽ കൺട്രോളിങ് അനദർ കൺട്രി. ഇച്ചിരി വെൽത്തായിട്ടുള്ള ഒരു രാജ്യം, സമ്പന്നമായ രാജ്യം, അവരുടെ രാഷ്ട്രീയപരമായി സാമ്പത്തികപരമായി അതുപോലെ തന്നെ എന്തൊരു സാമ്പത്തികപരമായി രാഷ്ട്രീയപരമായി സൈനികപരമായി ഒരു രാജ്യത്തിനുമേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ വിളിച്ച പേരാണ് എന്തെന്ന്? അതിനെ വിളിച്ച പേരാണ് ഇംപീരിയലിസം എന്ന് വിളിച്ച്. മക്കളെ നോക്കിക്കോണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ ഡിഡ് കോളനൈസേഷൻ ഇൻഫ്ലുവൻസ് ഇംപീരിയലിസം? ഹൗ ഡിഡ് കോളനൈസേഷൻ ഇൻഫ്ലുവൻസ് ഇംപീരിയലിസം? എങ്ങനെയാണ് കോളനിവൽക്കരണം സാമ്രാജ്യത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് കോളനിവൽക്കരണം സാമ്രാജ്യത്തെ എന്ത് ചെയ്യുന്നത്? സ്വാധീനിച്ചിട്ടുള്ളത്. മക്കളെ നോക്കണം. അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോണം. എന്തോ പറഞ്ഞത്? രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്തോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഹൗ ഡിഡ് കോളനൈസേഷൻ ഇൻഫ്ലുവൻസ് എന്തുവാണ്? ഇംപീരിയലിസം. ഇംപീരിയലിസത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ആര് സ്വാധീനിച്ച്? കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം സ്വാധീനിച്ചത്. എന്തിനെയാണ്? ഇംപീരിയലിസത്തെയാണ് സ്വാധീനിച്ചത്. മക്കളെ നോക്കിക്കോണം, വലിയ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഉത്തരം നോക്കിക്കോണം. ഇറ്റ് ഡിസ്ട്രോയ് ട്രഡീഷണൽ എക്കണോമി. കോളനൈസേഷൻ എങ്ങനെയാണ് ഇംപീരിയലിസത്തെ സ്വാധീനിച്ചത്? ഒന്നാമത്തെ പറഞ്ഞ് പരമ്പരാഗത സമ്പത്ത് വ്യവസ്ഥ നശിപ്പിച്ചു കളഞ്ഞ്. എന്തോ മക്കളെ പറഞ്ഞത്? പരമ്പരാഗത സമ്പത്ത് വ്യവസ്ഥ നശിപ്പിച്ച്. ടു ഡിസ്ട്രോയ് എന്തോ മക്കളെ പറഞ്ഞത്? ട്രഡീഷണൽ എക്കണോമി. പരമ്പരാഗതമായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥ എന്ത് ചെയ്ത്? നശിപ്പിച്ചു കളഞ്ഞ്. പറഞ്ഞ മനസ്സിലായോ മക്കളെ? പരമ്പരാഗതമായിട്ടുള്ള എന്തോ മേഖല, സാമ്പത്തിക മേഖല എന്ത് ചെയ്ത്? നശിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ നശിച്ചു പോയി. അടുത്ത നോക്കിക്കോണം, അഗ്രികൾച്ചർ സിസ്റ്റം, കാർഷിക വ്യവസ്ഥ, ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല, എഡ്യൂക്കേഷൻ സെക്ടർ എന്തുവാണ്? ഡിസ്ട്രോയിഡ്. എങ്ങനെയൊക്കെയാ പറഞ്ഞത്? ഒന്നും കൂടെ പറഞ്ഞ മക്കളെ. അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല. രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല. 3 എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ മേഖല വേർ ഡിസ്ട്രോയിഡ്. ഒന്നാമത് നശിപ്പിച്ച് സാമ്പത്തിക മേഖല നശിപ്പിച്ച്, രണ്ടാമത്തെ പറഞ്ഞ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല, ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വേർ ഡിസ്ട്രോയിഡ്. വിദ്യാഭ്യാസ മേഖലകൾ എന്ത് ചെയ്ത്? നശിച്ചു പോയി. പറഞ്ഞ മനസ്സിലായോ മക്കളെ? അപ്പൊ ഒന്നാമത്തെ പറഞ്ഞ് ട്രഡീഷണൽ എക്കണോമി വേർ ഡിസ്ട്രോയിഡ്. രണ്ടാമത്തെ പ്രത്യേകത എന്തോ പറഞ്ഞത്? അല്ലെ, രണ്ടാമത്തെ കാരണം എന്തോ പറഞ്ഞത്? പ്രത്യേകതയല്ല, രണ്ടാമത്തെ കാരണം എന്തോ പറഞ്ഞത്? എന്തിന്റെയൊക്കെ പതനം, എന്തിന്റെയൊക്കെ നശീകരണം? കാർഷിക മേഖല, അതുപോലെ തന്നെ വ്യവസായ മേഖല, അതുപോലെ സാമ്പത്തിക മേഖലയുടെ പതനം. മൂന്നാമത്തെ പ്രത്യേകത പറയാൻ പോവുകയാണ്. ഒന്ന്, അൺഎംപ്ലോയ്മെന്റ്. എന്തോ മക്കളെ? അൺഎംപ്ലോയ്മെന്റ് എന്തുവാണ്? തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി. ഇറ്റ് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെന്റ്. തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി. ഇറ്റ് ലീഡ്സ് ടു പോവർട്ടി. ദാരിദ്ര്യത്തിന് കാരണമായി. എന്തിന് കാരണമായി? ദാരിദ്ര്യത്തിന് കാരണമായി അല്ലെങ്കിൽ പോവർട്ടിക്ക് കാരണമായി. അപ്പൊ നോക്കിക്കോണം, ഒന്നാമത് പറഞ്ഞെന്തോ പറഞ്ഞത്? ടു ഡിസ്ട്രോയ് ട്രഡീഷണൽ എക്കണോമി. ട്രഡീഷണൽ എക്കണോമി എന്ന് വെച്ചാൽ എന്തുവാണ്? സാമ്പത്തിക മേഖല, പരമ്പരാഗത സാമ്പത്തിക മേഖലയെ നശിപ്പിച്ചു. രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞ് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, എഡ്യൂക്കേഷണൽ സെക്ടർ വേർ ഡിസ്ട്രോയിഡ്. അവിടുത്തെ എന്തൊക്കെയാണ് മക്കളെ? അവിടുത്തെ കാർഷിക മേഖല, അവിടുത്തെ വ്യവസായ മേഖല, അവിടുത്തെ വിദ്യാഭ്യാസ മേഖല എന്നിവയുടെ പതനം, എന്നിവയുടെ നാശം. അടുത്ത മൂന്നാമത്തെ പ്രത്യേകത പറഞ്ഞ് അവിടെ എന്തിന് കാരണമായി? ഇറ്റ് ലീഡ്സ്
ടു അൺഎംപ്ലോയ്മെന്റ്, അവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി, അവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി. ഇറ്റ് ലീഡ് ടു അൺഎംപ്ലോയ്മെന്റ്. അടുത്ത പറഞ്ഞ് ഇറ്റ് ലീഡ്സ് ടു പോവർട്ടി, ദാരിദ്ര്യത്തിന് കാരണമായി. ഇറ്റ് ലീഡ്സ് ടു പോവർട്ടി, ദാരിദ്ര്യത്തിന് കാരണമായി. അടുത്ത പോയിന്റ്, അടുത്ത പോയിന്റ് എന്തോ പറഞ്ഞ മക്കളെ? അപ്പൊ പറഞ്ഞ് പോവർട്ടിക്ക് കാരണമായി, അൺഎംപ്ലോയ്മെന്റിന് കാരണമായി, അവിടുത്തെ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, എക്കണോമിക് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ നശിച്ചു പോയി. അവിടുത്തെ എക്കണോമിക് സെക്ടർ എന്ത് ചെയ്ത്? തകർന്നു പോയി. അടുത്ത പോയിന്റ് പറയുന്നത് ടു ഇൻക്രീസ് ഇൻഫ്ലേഷൻ, ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിന് കാരണമായി. ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ് ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പത്തിന് എന്ത് ചെയ്ത്? കാരണമായി. പറഞ്ഞ മനസ്സിലായോ മക്കളെ? ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ എന്തുവാണ്? പണപ്പെരുപ്പത്തിന് കാരണമായി. അടുത്ത പ്രത്യേകത, അവിടെ എന്ത് ചെയ്ത്? അവിടുത്തെ കാർഷിക വിളകൾക്ക് പകരം അഗ്രികൾച്ചർ കൾട്ടിവേറ്റഡ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്പ് ഇൻസ്റ്റഡ് അഗ്രികൾച്ചർ ക്രോപ്സ്. അവിടുത്തെ കാർഷിക വിളകൾക്ക് പകരമായി അവരത് നാണ്യവിളകൾ ക്യാഷ് ക്രോപ്സ് എന്ത് ചെയ്ത് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. The farmers എന്തുവാണ്? The forcefully to cultivated farmers forcefully to cultivated cash crops instead agricultural crops. അവിടുത്തെ കാർഷിക വിളകൾക്ക് പകരമായി അവരെന്ത് ഉപയോഗിക്കേണ്ടി വന്ന്? നാണ്യ വിളകൾ എന്ത് ചെയ്യേണ്ടി വന്ന്? ഉപയോഗിക്കേണ്ടി വന്ന്. പറഞ്ഞ മനസ്സിലായോ മക്കളെ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്ര കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ നോക്കിക്കോണം. അടുത്ത നോക്കിക്കോണം. ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജുഡീഷ്യറി സിസ്റ്റം വെയർ കൊളാപ്സ്ഡ്. അവിടുത്തെ ഭരണ വ്യവസ്ഥ, നീതിന്യായ വ്യവസ്ഥ എല്ലാം എന്ത് ചെയ്ത്? നശിപ്പിച്ച്. ആ കോളനിയിലെ എന്തൊക്കെയാണ്? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആൻഡ് ജുഡീഷ്യറി സിസ്റ്റം വെയർ കൊളാപ്സ്ഡ്. അപ്പൊ നോക്കിക്കോ മക്കളെ, എന്തുവാ കാരണം പറഞ്ഞ് പരീക്ഷയ്ക്ക് 4 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് കോളനൈസേഷൻ ഇൻഫ്ലുവൻസ് ഇംപീരിയലിസം. എങ്ങനെയാണ് കോളനിവൽക്കരണം സാമ്രാജ്യത്തെ സ്വാധീനിച്ചത്? നമ്മൾ പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴേ പറഞ്ഞ് ഇവര് 3 പേരും ഒരമ്മ പെറ്റ മക്കളാണ്, 3ഉം ഒരുപോലെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കിക്കോണം എങ്ങനെയാണ് ഈ കോളനൈസേഷൻ ഇംപീരിയലിസത്തെ സ്വാധീനിച്ചത്. ഒന്നാമത് പറഞ്ഞ് ടു ഡിക്രീ ടു ഡിസ്ട്രോയ് ട്രഡീഷണൽ എക്കണോമി, പരമ്പരാഗതമായ സമ്പത്ത് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമായി. പരമ്പരാഗതമായ സമ്പത്ത് വ്യവസ്ഥയുടെ തകർച്ച. രണ്ടാമത്തെ പറഞ്ഞ എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖല തകർത്തു മക്കളെ? ഏതൊക്കെ മേഖലയാണ്? ഒരു കോളനി ഒരു സാമ്രാജ്യത്വ ശക്തിയായി മാറിയപ്പോൾ ആ കോളനിയുടെ കാർഷിക മേഖല, അഗ്രികൾച്ചർ സെക്ടർ, അവിടുത്തെ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യവസായ മേഖല, അതുമല്ലെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ മേഖല വെയർ ഡിസ്ട്രോയിഡ്. ഇത് 3ഉം എന്ത് ചെയ്ത്? തകർന്നു പോയി. അടുത്ത പ്രത്യേകത, അവിടെ ഒരുപാട് കാരണങ്ങള് എന്തുവാണ്? ഇറ്റ് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി. ഇറ്റ് ലീഡ്സ് ടു പോവർട്ടി, ദാരിദ്ര്യത്തിന് കാരണമായി. ഇറ്റ് ലീഡ്സ് ടു പോവർട്ടി, ദാരിദ്ര്യത്തിന് കാരണമായി. ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിന് കാരണമായി. എന്തിന് കാരണമായി മക്കളെ? ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന് എന്ത് ചെയ്ത്? കാരണമായി. അടുത്ത പോയിന്റ് പറഞ്ഞായിരുന്നു, എന്തുവാ മക്കളെ പറഞ്ഞത്? ഇറ്റ് ഡിസ്ട്രോയ് അല്ലെങ്കിൽ പറയാം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യറി സിസ്റ്റം. അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യറി സിസ്റ്റം വേറെന്തുവാണ്? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജുഡീഷ്യറി സിസ്റ്റം വേറെന്ത്? കൊളാപ്സ്ഡ്. അവിടുത്തെ ഭരണ നീതിന്യായ വ്യവസ്ഥ എന്ത് ചെയ്ത്? തകർത്തു. അവിടുത്തെ ഭരണ നീതിന്യായ വ്യവസ്ഥ എന്ത് ചെയ്ത്? തകർത്ത്. അപ്പൊ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എത്ര മാർക്കിന് മക്കളെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. മക്കളെ വേറൊരു കാര്യമുണ്ട്, ഇവര് സാമ്പത്തിക ശക്തിയായിട്ട് വരികയാണ്. അവർക്ക് വേറൊരു രാജ്യത്ത് പോയി കോളനി സ്ഥാപിക്കണം. അവിടുത്തെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ട് ശക്തരായിട്ട് ഇവർക്ക് മാറണം. ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാറണം. അപ്പൊ അതിനു വേണ്ടി ശക്തരാകണമെങ്കിൽ അവർക്കെന്തോ വേണം മക്കളെ? സൈന്യം വേണം. അവർക്കെന്തോ വേണം? സൈന്യം വേണം, ആർമി വേണം. അപ്പൊ നോക്കണം, ദീസ് നേഷൻ, ദ യൂറോപ്യൻ നേഷൻസ് മെയിൻറ്റെയിൻഡ് ആർമി. അവരെന്തുകൊണ്ട്? സൈന്യങ്ങളെ എന്ത് ചെയ്ത്? നിലനിർത്തി. അങ്ങനെ പഠിക്കാൻ വേണ്ടി നമുക്ക് 2 സൈന്യങ്ങളുടെ പേര് പഠിക്കാനുണ്ട്. 2 സൈന്യങ്ങളുടെ പേര്. ട്രിപ്പിൾ അലയൻസ്, ത്രികക്ഷി സഖ്യം,
ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്ന രണ്ട് സഖ്യങ്ങള്, രണ്ട് ആർമി യൂണിറ്റുകൾ പഠിക്കാനുണ്ട്, രണ്ട് സൈനിക ചേരികൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡന്റും. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡന്റും പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ നോക്കിക്കോണം, രണ്ട് സൈനിക ശക്തികൾ ഏതൊക്കെയാണ്? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡന്റും. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡന്റും. ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻഡന്റ്. മക്കളെ നോക്കിക്കോണം, അലയൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ വായിക്കുന്നത് എങ്ങനെയാണ്? അളിയൻ. എന്തോ വായിക്കുന്നത്? അലയൻസിന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും? നമ്മൾ മംഗ്ലീഷ് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കാം? അളിയൻ എന്ന് വായിക്കാം. അപ്പൊ നോക്കിക്കോണം, അളിയന് വിശന്നപ്പോൾ ജർമ്മനിയുടെ ഇഡലി കഴിച്ച്, ഓർത്തു വെക്കുക, അളിയന് വിശന്നപ്പോൾ ജർമ്മനിയുടെ ഇഡലി കഴിച്ചു. അളിയന് വിശന്നപ്പോൾ ജർമ്മനിയുടെ ഇഡലി കഴിച്ചു. ട്രിപ്പിൾ അലയൻസിനകത്തുള്ള രാജ്യങ്ങളുടെ പേര് അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസിനകത്തുള്ള ചേരികളുടെ പേര് അളിയന് വിശന്നപ്പോൾ, വിശപ്പ് എന്തുവാണ്? ഹംഗറി എന്നൊക്കെ പറയും. അപ്പൊ ആസ്ട്രിയ ഹംഗറി. വിശപ്പ് എന്തുവാണ്? ആസ്ട്രിയ ഹംഗറി ഒന്നാമത്തത്. അളിയന് വിശന്നപ്പോൾ ജർമ്മനിയുടെ ഇഡലി കഴിച്ചു. ജർമ്മനി. ഇഡലി, ഇറ്റലി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വായിക്കാം? ഇഡലി എന്ന് വായിക്കാം. അപ്പൊ നോക്കൂ മക്കളെ, ഏതൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? ട്രിപ്പിൾ അലയൻസിനകത്തുള്ള മൂന്ന് ചേരികൾ, മൂന്ന് രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? അളിയന് വിശന്നപ്പോൾ ജർമ്മനിയുടെ ഇഡലി കഴിച്ചു. ഓർത്തു വെച്ചാൽ മതി. ഏതൊക്കെയാണ്? ട്രിപ്പിൾ അലയൻസ്, ജർമ്മനി, ഇഡലി. എന്തോ ഇഡലി അല്ലെങ്കിൽ എന്തുവാണ്? ഇറ്റലി. ഇഡലി അല്ലെങ്കിൽ ഇറ്റലി. ഏതൊക്കെയാണ്? അലയൻസ് എന്ന് വെച്ചാൽ എന്തുവാണ്? ട്രിപ്പിൾ അലയൻസ് ഏതൊക്കെയാണ്? ഓസ്ട്രിയ ഹംഗറി. അളിയന് വിശന്നപ്പോൾ, വിശപ്പ്, ഹംഗറി എന്തുവാണ്? ഓസ്ട്രിയ ഹംഗറി. വിശന്നപ്പോൾ ജർമ്മനിയുടെ ഇഡലി കഴിച്ചു. ഇഡലി വെച്ചതുമാണ് ഇറ്റലി. അപ്പോൾ എന്ത് തീർന്നു മക്കളെ? എന്തുവാണ്? ട്രിപ്പിൾ അലയൻസ് തീർന്ന്. അടുത്ത രണ്ടാമത്തേതാണ് ട്രിപ്പിൾ എൻഡന്റ്. ട്രിപ്പിൾ എൻഡന്റ് എന്ന് വെച്ചാൽ എന്തുവാണ്? ത്രികക്ഷി സൗഹാർദ്ദം. എന്തോ മക്കളെ പറഞ്ഞത്? എൻഡിഫ്ര എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഏതൊക്കെയാ മക്കളെ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. എൻഡിഫ്ര ഓർത്താ മതി. അളിയന് വിശന്നപ്പോൾ ജർമ്മനിയുടെ ഇഡലി കഴിച്ചു. ട്രിപ്പിൾ അലയൻസ് വന്നപ്പോൾ മൂന്ന് രാജ്യങ്ങൾ, ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇഡലി. എൻഡിഫ്ര ഏതാണ്? ട്രിപ്പിൾ എൻഡന്റ്. ത്രികക്ഷി സൗഹാർദ്ദം. ഇഫ്ര ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പൊ നോക്കിക്കോ മക്കളെ, എന്ത് തീർന്ന്? സൈന്യത്തിന്റെ കാര്യങ്ങൾ. എത്ര സൈന്യ ചേരികൾ ഉണ്ടായിരുന്നു? 2 സൈന്യ ചേരികൾ. ഏതൊക്കെയാണ്? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡന്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? ഈ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ ടോപ്പിക് നമ്മൾ വൈൻഡ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് പഠിക്കുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന്റെ റീസൺസ് ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പോയിന്റ് എഴുതി വെക്കുക. ഈ പോയിന്റ് എഴുതി വെച്ചതിന് ശേഷം നിങ്ങളുടെ ടെസ്റ്റ് എന്ത് ചെയ്യുക? വായിക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ് കിട്ടും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈ പറഞ്ഞ പോയിന്റുകൾ മാത്രമേ നിങ്ങളുടെ എക്സാമിന് എന്ത് ചെയ്യത്തുള്ളൂ? പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തു പഠിക്കാം? ഫസ്റ്റ് വേൾഡ് വാറിന്റെ റീസൺസ് പഠിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കാര്യങ്ങൾ ഇത്രയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും? പറഞ്ഞു തരും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്ത്? നന്ദി, നമസ്കാരം.